കേരളത്തിൽ സമരത്തിലുള്ള ഒരാശമാരും ഇത് കണ്ട് പേടിച്ചിട്ടില്ല. ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോകും. നമ്മുടെ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. അവരുടെ നേതാവ് തന്നെ പറഞ്ഞ ആശാവർക്കർമാർ തൊഴിലാളിയല്ലെന്ന്. സമരം ന്യായമാണെങ്കിൽ ഏതൊരു സർക്കാരിനും അംഗീകരിച്ചേരേണ്ടി വരും. കമ്മ്യൂണിസവുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ഞങ്ങൾക്കുണ്ട്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് വ്യത്യസ്തമായ ഒരു ദർശനമാണ്. നമസ്കാരം. 17ാം ദിവസത്തിലേക്കാണ് ആശാവർക്കർമാരുടെ സമരം എത്തിയിരിക്കുന്നത്. ജോലി ചെയ്യാൻ തയ്യാറാണ്, തങ്ങൾക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്ന അവരുടെ ആവശ്യം അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് മാത്രമല്ല, അവരോട് തിരികെ സമരം അവസാനിപ്പിച്ച് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. അത് തന്നെയാണ് ചേച്ചി ചോദിക്കാനുള്ളത്. ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറിക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ DHSൻ്റെ അടുത്താണെങ്കിലും മിനിസ്റ്റർ അടുത്താണെങ്കിലും മുഖ്യമന്ത്രി അടുത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ചർച്ച ചെയ്തിട്ട് സെറ്റിൽ ചെയ്യട്ടെ. അപ്പം നമ്മൾ ജോലിക്ക് കയറാം. എല്ലാ തൊഴിലാളി സമരങ്ങളെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെയുള്ള കരിനിയമങ്ങളും ഇതുപോലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിലപാടുകളിലൂടെ ആ സമരങ്ങളെയൊക്കെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു നടപടിയായിട്ടേ നമ്മളിതിനെ കാണുന്നുള്ളൂ. കേരളത്തിൽ സമരത്തിലുള്ള ഒരാശമാരും ഇത് കണ്ട് പേടിച്ചിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഓരോ ദിവസം കഴിയുന്തോറും ഇതിലേക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശമാരും ഇത് കേട്ട് ഒരാശയും ഭയന്നിട്ടില്ല. ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോകും. നമ്മുടെ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ ഈ ഇണ്ടാസിറക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ആളുകൾ നാളെ മറ്റന്നാളും സമരം പ്രഖ്യാപിച്ചേക്കാണല്ലോ. അതെന്തിനാണ് സമരം പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ തൊഴിലാളിയായി അംഗീകരിക്കണമെന്നാണ് അവരുടെ ഒരു ഡിമാൻഡ്. അവരുടെ നേതാവ് തന്നെ പറഞ്ഞ ആശാവർക്കർമാർ തൊഴിലാളിയല്ലെന്ന്. 24 മണിക്കൂറും പണിയെടുക്കുന്നവർ തൊഴിലാളിയല്ല. പിന്നെ ഇവർ ആരെയാണ് തൊഴിലാളി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ അവർ തൊഴിലാളിയായിട്ട് ഇനി അംഗീകരിപ്പിച്ചിട്ട് അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനാണ്. ഇവർ സ്വയം അപഹാസ്യരായ അവർ സമരം നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് ഇവരെ പോലെ അവകാശവാദമില്ല. ഞങ്ങൾക്ക് അങ്ങ് എടുത്താൽ പൊങ്ങാത്ത നമ്പറുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് ഞങ്ങൾ നടത്തിയാലേ സമരം നടത്തിയാലേ വിജയിക്കുക, അങ്ങനെയുള്ള ഒരു അവകാശവാദവും ഇല്ല. ഞങ്ങൾ സമരം തീരുമാനിച്ചു വന്നപ്പോൾ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, നേടിയെടുത്തേ തിരിച്ചു പോകത്തുള്ളൂ. അത് അംഗസംഖ്യ കുറഞ്ഞാലും കൂടിയാലും സമരം ന്യായമാണെങ്കിൽ ഏതൊരു സർക്കാരിനും അംഗീകരിച്ചേരേണ്ടി വരും. അത് ഞങ്ങൾ നേടിയെടുക്കും. മാർച്ച് 3-ാം തീയതി നമ്മൾ നിയമസഭാ മാർച്ചാണ്. കേരളത്തിലെ മുഴുവൻ ആശമാരോടും വരാൻ പറയും. നമ്മളെ പിന്തുണച്ച് ഇന്ന് വരെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ വ്യക്തികളും സംഘടനകളും ഈ സമരത്തിൽ അണിചേരണമെന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പൊതുവെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളും ചെയ്യുന്നത് തൊഴിലാണ് എന്ന് അംഗീകരിക്കാൻ സർക്കാരിന് ഒരു മടിയുള്ളത് പോലെ തോന്നുന്നുണ്ടോ? ഇത് കമ്മ്യൂണിസവുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ഞങ്ങൾക്കുണ്ട്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന ദർശനം ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് വ്യത്യസ്തമായ ഒരു ദർശനമാണ്. പേര് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷം എന്ന് പറയുന്നവർ എപ്പോഴും ചെയ്യേണ്ടുന്നത് തൊഴിലാളി സമരങ്ങളും ജനസമരങ്ങൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടുന്ന ആളുകളാണ്. കാരണം ഈ സമൂഹത്തിൻ്റെ ഒരു ഗുണപരമായ മാറ്റത്തിന്, തൊഴിലാളികളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണപരമായ മാറ്റത്തിന് അത്യന്താപേക്ഷിതമാണ് ഇതുപോലെയുള്ള തൊഴിലാളി സമരങ്ങളും ജനകീയ പ്രക്ഷോഭണങ്ങളും. മറ്റെല്ലാ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഇതിനൊക്കെ അതീതമായ മനുഷ്യൻ്റെ യോജിപ്പാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അത് വളർത്തിയെടുക്കാനും അതിനെ സംരക്ഷിക്കാനും നിലനിർത്താനും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടുന്നവരാണ് ഇടതുപക്ഷക്കാർ. അപ്പോൾ അവർ ഓരോ പ്രവർത്തികളിലൂടെ ഇടതുപക്ഷത്തിൽ നിന്ന് എത്രയോ അകലെയാണ് എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യാതെ ആകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം സർക്കാരിനോട് ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. സർക്കാരിനോട് സമരം അവസാനിപ്പിക്കില്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഡിമാൻഡ് ഇപ്പം അംഗീകരിച്ചു തന്നാൽ നമ്മളിപ്പോൾ സമരം അവസാനിപ്പിക്കും. കാരണം നമുക്കും ഈ സമൂഹത്തോട് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമ്മളത് നിർവഹിക്കണ്ടേ? എത്രയോ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും നമ്മളിങ്ങനെ ഇരിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമരം ആജീവനാന്ത സമരം അങ്ങനെയല്ല. ഇപ്പം നമ്മളെ വിളിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറായി നമ്മൾ ഈ നിമിഷം ഇവിടുന്ന് എഴുന്നേറ്റ് പോകും. ഇല്ല, അത് പലതരത്തിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ വരട്ടി നോക്കാം എന്നുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും വരളത്തില്ല. നമ്മൾ സമരമായിട്ട് ശക്തമായിട്ട് തന്നെ